ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു UK14 വ്ളോഗ്സ്. അപ്പോൾ UK14ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ബർമിംഗ്ഹാം വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടി വന്നതാണ്. അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളോ അതൊന്നുമില്ല. ടയർ 3 ടയർ 2 തോന്നുന്നു, എനിക്ക് അറിയില്ല. അപ്പം അവൻ്റെ കൂടെ താവശ്യമുണ്ട്. താവശ്യം ക്യാമറിൻ്റെ ബാക്കിലുണ്ടല്ലേ. പിന്നെ നമ്മൾ 4 പേരാണ് വന്നത്, 2 പേര് ഷോപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാട്, ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്നാലും ഉൾപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 2 പേര് മാത്രമല്ല, വേറെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവർ ഷോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഇടാൻ മോനെ തണുക്കുന്നുണ്ട്. ചെറുതായിട്ട് നമുക്ക് സ്നോ കിട്ടീന്. നമുക്കൊന്നൊരു 1 മിനിറ്റ് ഉണ്ടായില്ല, ചെറുതായിട്ട് നമുക്കൊരു ചെറിയ സ്നോ കിട്ടി. നല്ല രസം ഉണ്ടായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റ് നമുക്ക് കാണിക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. നോർമലി എല്ലാ സിറ്റീസിലും മാർക്കറ്റ് ഉണ്ടാവും. എന്നോട് നീ ക്യാമറ അങ്ങനെയല്ല, എല്ലാ സിറ്റീസിലും മാർക്കറ്റ് ഉണ്ടാവും. അതെ, ചിലത് എല്ലാ ക്രൂ ഓഫ് ദ വീക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ളത് ക്രൂ ഓഫ് വീക്ക് ആയിരിക്കും. നമ്മളടുക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്, നോട്ടിംഗ്ഹാം. അത് വെനസ്ഡേ മാർക്കറ്റ് പറയുന്നത്. അവിടെ പോയെങ്കിൽ നോർമലി നമുക്ക് ചീപ്പ് റേറ്റിന് എല്ലാ സാധനം കിട്ടും. അത് ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ്, ഫ്രഷ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ നോട്ടിംഗ്ഹാം ബർമിംഗ്ഹാം വരുന്നത്. ആവശ്യം സെക്കൻഡ് ടൈം. ആവശ്യം ഒരു ട്രാവലർ ആണ്, അറിയായിട്ടാണ്. ആവശ്യം പോവാത്ത സ്ഥലമൊന്നുമില്ല ലണ്ടൻ UK-ൽ. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്കൊന്ന് ചുറ്റും കാണിക്കാം. അവിടെ എന്തെല്ലാം ഉണ്ട് നോക്കാം. ഇന്ത്യൻ ഐറ്റംസ് നിങ്ങൾക്ക് നോക്കാം. ഇന്ത്യൻ ഐറ്റംസ് അല്ല, ബർമിംഗ്ഹാമിലില്ല, ഇവിടെ അധികം ഇന്ത്യൻസും പാകിസ്ഥാനികളാണ് അധികം ഉള്ളത്. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സിറ്റിയിൽ അധികം ഇന്ത്യൻസും പാകിസ്ഥാനും ഉണ്ട്. അപ്പം നമുക്കൊന്ന് ആദ്യം ചുറ്റും ഫസ്റ്റ് നമുക്ക് കാണുന്നത് കുറച്ച് എന്താ പറയല്, എഗ്ഗും ഡക്ക് എഗ്ഗിൽ, അതുപോലെ അത് എഗ്ഗാണ്. സാൻഡ്വിച്ച്, അതേപോലെയുള്ള കുറച്ച് കോളിഫ്ലവർക്ക്, അല്ലാതൊരു എഗ്സിനുള്ളത് ആദ്യം കാണുന്നത്. ബ്രെഡ് റോൾസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ആവശ്യം നീ പറഞ്ഞാ വീഡിയോയിലേക്ക് ഒന്ന് ഒരു വെജിറ്റബിൾ എടുത്തു. അന്ന് നമുക്ക് ഇവിടെ പലതരം എല്ലാ ഷോപ്സും ഉണ്ട്. വെജിറ്റബിൾസും അതുപോലെ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാ സാധനവും ഉണ്ടാവില്ല. ഇതൊരു ഫ്രൂട്ട്സിന് വെജിറ്റബിൾ മാത്രമല്ല. സെക്കൻഡ് റോൾ ആയിട്ട് വരുന്നത് എല്ലാം 1 pound അല്ലേ? 3 for 1 ആണ്. 3 for 1 അല്ലേ? 8 for 1 സംഭവം. ഓ അങ്ങനെ, ഓക്കെ. ഇതിൽ 1 pound. ഇത് 5 for 1. 5 തക്കാളിക്ക് 1 pound. അതായത് നാട്ടിൽ 100 rupees നാട്ടിൽ നോക്കുന്നത്. പൊമഗ്രാനൈറ്റ്, റുമാമ്പഴം, റുമാമ്പഴമല്ലോ, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി. ഇത് ഫുള്ള് ഈ സൈഡായിട്ട് വരുന്നതെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാവും, പേടിക്കണ്ട. നമുക്ക് വെജിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ആവശ്യം ഭയങ്കര ഓട്ടം, എല്ലാം പോർച്ച് ഓടല്ല. നീ ഇതെല്ലാം ഒരു ഫ്രൂട്ട്സിൻ്റെ ആണ്. പിന്നെ മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഇവിടെ. ഇത് വെച്ചിട്ടുള്ള കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഷൂട്ട്. താങ്ക് യു ബ്രോ. ഇത് വെച്ചിട്ട് കാണാൻ എന്തൊരു രസമുള്ള കളർഫുള്ളായിട്ട്. ആവശ്യം റേറ്റ് വയ്ക്കുന്നുണ്ട്. ആവശ്യം കുറേ വാങ്ങാനുള്ള പ്ലാൻ തോന്നുന്നു. എത്ര എനിക്ക് ക്ലോസ് ചെയ്യുന്നതിൽ ചോദിക്കുന്നുണ്ട്. ബോംബ് വാങ്ങിക്കാല. അവർ ഷോപ്പ് ചെയ്ത് ഇങ്ങോട്ട് തരാം.
അവിടെ ഡ്രസ്സിന്റെ മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ട് പോവുക. ഈ സൈഡായിട്ട് വരുന്നുള്ളത് മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ നമ്മളെ ഈ എന്താ പറയുക എഗ്ഗ് അല്ല ബ്രെഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡും അങ്ങനെ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡായിട്ട് വരുന്നുള്ളൂ. ഏത് എങ്ങനെ ഈ ബാസ്കറ്റിൽ കാണുന്നതെല്ലാം 1 പൗണ്ടിനാണ്. പറഞ്ഞോ നീ പറഞ്ഞോ. ഇതെല്ലാം ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ 2.5 3 ആ റേഞ്ചിൽ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 1 പൗണ്ടിന് ഏതെടുത്താലും എന്തിനും 1 പൗണ്ടാണല്ലേ? ഏതൊരു നേരെ മറിച്ച് ഒരു ബനാന നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എടുക്കുന്നത് 25 ഒരു ബനാനക്ക് ഇവിടെ ബോക്സിന് 1 പൗണ്ട്. അതിൽ ഒരു 5-10 പീസ് വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മതി. നമുക്ക് ആ സൈഡിലേക്ക് പോകാം. അതുപോലെ കോളിഫ്ലവറും നല്ല നല്ല പൊട്ടാറ്റോ എല്ലാം ഉണ്ട് ഇവിടെ. ഇതുണ്ടോ? അപ്പോൾ ആ സൈഡിലേക്ക് പോകാം നമുക്ക്. ആൾക്കാർ ഇവിടെ ധരിക്കുന്നില്ല. ബർമിംഗ്ഹാം ടാറ്റൂ 2 or 3 ആണല്ലോ കേട്ടോ ബർമിംഗ്ഹാം വരുന്നുള്ളത്. അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് അപ്പുറത്തെ മാർക്കറ്റിൻ്റെ മറ്റേ സൈഡിലേക്ക് പോകാം. സ്നോ വീണ്ടും സ്നോ ചെറുതായിട്ട് സ്നോ ഉണ്ട് കേട്ടോ. ഫേക്ക് സ്നോ റിയലി? ഇവര് പറയുന്നത് ഫേക്ക് സ്നോ എന്നാണ് പറയുന്നുള്ളത്. നമ്മൾ വെച്ചത് about this market is fine. It's been quite old market, over 200 years old, right? And unfortunately, it's going to be knocked down in a few years, right? But it used to be very busy. It's still busy now, but it's not as busy as it was used to. We go vegetables section down there, go clothes section down there, phone accessories, like you can see solution box, my shop name, right? And we go meat market is down there. You can go Right. you can go inside the indoor market as well. That's really good. There are a couple of shops in there. You can get everything, anything and everything. All right. Thank you. Thank you for that. Yeah. Thank you very Have a much. good day. You too. Bye bye. Yeah. Bye അപ്പോൾ ഏകദേശം 200 വർഷമല്ലേ ഈ മാർക്കറ്റ് എന്നാണ് ഫിഷ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാലോ. പറഞ്ഞത്. ഫിഷ് അതല്ല 200 years 200 years ദിസ് മാർക്കറ്റ്. നല്ലൊരു സിറ്റിയാണ് കേട്ടോ ബർമിംഗ്ഹാം അല്ലേ? രസമുണ്ട്. മാർക്കറ്റ് ഇത് മീറ്റ് മാർക്കറ്റ് ഇൻസ്റ്റേറ്റാ ഉള്ളിൽ ഒരു ടോയ്സിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അടുത്തേക്ക് ഇവിടെ ടോയ്സ് ബ്രാൻഡ്. ആവശ്യം ഫുള്ള് ആക്റ്റീവായിട്ടുണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. എവിടുന്ന് പ്രത്യേക സ്പെഷ്യൽ എനർജി കിട്ടിയിട്ടുണ്ട്. ഓഫല്ലേ അതിൻ്റെ ഉള്ള ഒരു ഇത്. ആവശ്യം ഇപ്പോൾ ഹോളിഡേ 2 weeks ഹോളിഡേ ആയതുകൊണ്ട് ആവശ്യം അടിച്ച് പൊളിക്കുന്ന തന്നെ. ഹോളിഡേ അടുത്തേക്ക് എവിടെ പോകാൻ പറ്റില്ല, അതാണ് വേച്ചാൽ. ഇങ്ങനെ ഹോളിഡേ അടുത്തേക്ക് എവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് കുറച്ച് ചെറിയൊരു എന്താ പറയുക ആടിടാം അതിൻ്റെ ഫ്രണ്ട് തന്നെ. ഡ്രസ്സിൻ്റെ മാർക്കറ്റ് ഡിസ്കൗണ്ട് 1000. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിൻ്റെ പേരെന്താണ്? റിംഗ് ഇൻഡോർ റിംഗ് മാർക്കറ്റ്. ബ്ലൂ റിംഗ് മാർക്കറ്റ്. ബുൾ റിംഗ് മാർക്കറ്റ്. സോറി, ബ്ലൂ റിംഗ് അല്ല, ബുൾ റിംഗ് മാർക്കറ്റ്. ഇതൊരു ചെറിയൊരു ബാഗ്സും. ഇത് കാണുന്ന വലിയ ഷോപ്പിംഗ് മോളാക്കാ ബുൾ റിംഗ് എന്ന് പറഞ്ഞൊക്കെയുള്ള. ഇത് ഈ വലിയ ബിൽഡിങ്സ് അതെ അതെ മോളായി. ഇതിൽ കുറച്ച് ബാഗ്സും ഐറ്റംസ് ഉള്ള ഷോപ്പ്.
താവിഷ് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് ഫിഷ് മാർക്കറ്റും കൂടി ഒന്ന് ഹായ് മെറി ക്രിസ്മസ്. താവിഷ് ഫുള്ള് ഫാൻസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. താവിഷ് പക്ഷേ വീഡിയോ ബോറായി പോകും. നിങ്ങൾക്ക് സംസാരിക്കും. ഫിഷ് മാർക്കറ്റ് നോക്കാം. ഫിഷ് മാർക്കറ്റിൽ കണ്ടെടുക്കാം. അതായത് ടെക്സ്റ്റൈൽസ് ആയിട്ട് വരുന്നല്ലേ, ബാഗ് ആക്സസറീസ് മാർക്കറ്റിൻ്റെ അടുത്താണ്. ഫിഷും കൂടി ഉണ്ടോന്ന്. ഫിഷിന്റെ സ്മെല്ല് ഭയങ്കര അടിക്കും. ഫിഷ് മാർക്കറ്റ് കാണാൻ കണ്ടുപിടിക്കാൻ പണിയില്ല. കൊച്ചി എത്തി ഭയങ്കര ഫിഷിന്റെ സ്മെല്ലടിക്കുന്നുണ്ട്. ഫിഷ് മാർക്കറ്റിൽ വന്ന് പിന്നെ ഫിഷിൻ്റെ സ്മെല്ലല്ലാതെ നീ എന്ത് ആവശ്യം പറയുന്നത്? ആവശ്യം ഫുള്ള് എന്നാൽ ഇങ്ങനെ ഉണ്ട് ഒരു മണം. അതുണ്ടാവല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. മെയിനായിട്ട് വരുന്ന ടെക്സ്റ്റൈൽസും ഇതെല്ലാം അത് ഫ്രണ്ട് ജസ്റ്റ് എൻട്രിയിൽ മാത്രം കുറച്ച് ടെക്സ്റ്റൈൽസിൻ്റെ ബാഗ്സ് അങ്ങനെ ഷോപ്പ്. ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ കാണുന്നത് നല്ല ഫിഷ്. ഇതാണ് നമുക്ക് കയറിയ പാട് കാണുന്നത്. റൈറ്റ് സൈഡ് ലൈറ്റ്. Sorry bro. Good yeah. Turkey breastum നാരങ്ങയുടെ ഫിഷ് ഐറ്റംസ്. വരുന്ന ഷോപ്പാണ് മിസ്റ്റർ ഫിഷ്. ഡ്രസ്സിങ് ബുച്ചസിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആവശ്യം നമുക്ക് ഫിഷ് നോക്കാം. എങ്ങനെ ഓക്കെ. ഒരു ബോക്സിന് വാങ്ങി നമുക്ക് ഫ്രഷ് സീ ബാഷോർ ബോക്സ് തുണിയായി പോനായിരുന്നു. എല്ലാ വിഷയമുണ്ട്. ബിഗ് ഫിഷ്. ഇതെന്താ വെച്ചാൽ ഇതെന്ത് ചിക്കൻ തന്നെയല്ലേ? ഇത് ചിക്കൻ അല്ല, സോറി. ഒരുപാട് ചിക്കൻ്റെ എല്ലാ പാട്ടും നമുക്ക് ലിവർ അതായത് ചിക്കൻ്റെ എല്ലാ പാർട്സും ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വേണ്ട അത് മാത്രം. ഏത് പാർട്സ് ഉണ്ട്? നെക്കാണോ? നെക്കാണോ? ഇത് നമ്മൾ ബിസ്മില്ല ഭയങ്കര തിരക്കട്ടോ. ക്രിസ്മസിൻ്റെ ഇത് തോന്നല്ലേ, ഭയങ്കര റഷ് എല്ലായിടത്തും. ഭയങ്കര പക്ഷേ അടുത്ത നമ്മളായിട്ട് ആഫ്രിക്കൻ ഇത് കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. How are you? I'm very well. Where are you from, man? India. Very nice. Which part you from? Bombay. No, South Kerala. Okay. Kerala. Nice. I Yeah, got me? some friends in Goa. Oh, yeah. Very nice, man. Yeah. Hello, India. We love you lot. Me from Africa, African man. Yeah. We love you, India. What's your camera called? GoPro. Huh? GoPro. GoPro. Is that a gimbal? He's a nice guy. Okay, brother. Bye. This is from Africa. ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഓരോ സ്റ്റാൾ വരുന്നുണ്ട്. അല്ല ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യാമറ കൊണ്ടിരിക്കുന്നത് ക്യാമറ ഫ്രണ്ടില്. നോർമലി നമ്മൾ ക്യാമറ കൊണ്ട് പോയെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. Yeah, it's wrong. Yeah.
UK14 ബ്രോ. ഒരു ബ്രദർ നമ്മളോട് ചാനൽ വയ്ക്കുന്നുണ്ട്. UK14. അങ്ങനെ നമ്മ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ ചാനലിൽ പേര് വെച്ച്, കാരണം എനിക്ക് ഈ മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടാലും എനിക്കും കൂടി കാണാൻ തോന്നി. എന്തുകൊണ്ടറിയില്ല, അതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബറും കൂടി കിട്ടി നമുക്ക്. അപ്പം ഇവിടെ എല്ലായിടത്തും നല്ല റഷ് കേട്ടോ, ഒരുപാട് സ്റ്റാൾ ഉണ്ട് ഇന്നത്തെ. അപ്പോൾ കുറേ നമ്മൾ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. സോ അപ്പോൾ പുറത്തിറങ്ങാം അല്ലേ. നമ്മൾ നേരെ മാർക്കറ്റിൽ നിന്ന് ആയിട്ട് നമ്മൾ നേരെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ പുറത്തിറങ്ങാം. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ബർമിംഗ്ഹാം സിറ്റിയിലുള്ള മാർക്കറ്റ് അല്ലേ, ബുൾ റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമുക്ക് മാളിൽ കയറാം. നല്ല ചീപ്പുണ്ട്. അതെ, അത് മാർക്കറ്റിൻ്റെ തന്നെയാണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. നമുക്ക് എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റിൽ പോയ ഒരു ഫീൽ ഉണ്ട്. അതായത് നമ്മളെ മാർക്കറ്റിലുള്ള എല്ലാ അധികം സ്റ്റാളിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി. നേരെ മറിച്ച് ലണ്ടനിൽ നമ്മൾ ഒരു പാർക്കിൽ പോയാൽ വരെ ഭയങ്കര പ്രശ്നമാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് പഴയത് അല്ല, ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു മാർക്കറ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 200 years ആയിന്നാണ് പറഞ്ഞത്. ഇത് ഏകദേശം ആടെ ഉണ്ട്. ഈ ചേർച്ച് കാണുമ്പോൾ തോന്നും. ഇനി നമുക്ക് നേരെ മുകളിൽ കയറാം. ചേർച്ച് കാണുമ്പോൾ തന്നെ ഒരു ആൻഷ്യൻ ഫീൽ ഉണ്ട്. അതെ അതെ. ഇവിടെ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കില്ലേ അങ്ങോട്ട് പോയിട്ട് ആ ക്രിസ്മസ് ട്രീൻ്റെയും ട്രെയിനകത്ത് വരുന്നത് ഒന്ന് കാണിക്കാം. എല്ലാ സ്വീറ്റ്സ് കേട്ടോ. കുറഞ്ഞ പ്രാവശ്യം നല്ലൊരു ക്രിസ്മസ് ഫീൽ കിട്ടും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ വീഡിയോസിലെല്ലാം കാണുന്ന ചെറിയ എന്താ ഹട്ടും ഒരു ടോപ്പ് വ്യൂ നല്ല ഉണ്ട് കേട്ടോ. എന്താണ് ഒരു നമുക്കൊരു റിലാക്സ് ആണല്ലേ. എപ്പോഴും റൂമിൽ അങ്ങനെ അമ്മതിക്ക് ഇപ്പോൾ പുറത്തൊന്നും പോലില്ല. കുറേ മാസങ്ങൾക്ക് ശേഷം വന്നതാണ് ഒരു ട്രിപ്പ്, ചെറിയ ട്രിപ്പല്ല, ജസ്റ്റ് ഡ്രൈവ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മാർക്കറ്റ് കാണിച്ചു. മാർക്കറ്റ് വരുന്നുള്ളത് താഴെയല്ല, പക്ഷേ താഴത്തെ ഭാഗത്താണ് മാർക്കറ്റ് വരുന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സെൻറ്റർ പോയിന്റ് നോക്കാം. സെൻട്രൽ പോയിന്റ് മുകളിലേക്ക് നമുക്ക് പോയിക്കാം. മുകളിൽ വരുന്നത് വെച്ചാൽ നമ്മളെ മാൾസും അതുപോലെ റെസ്റ്റോറൻറ്റ്സും സെൻറ്റർ പോയിന്റ് എല്ലാ ബിൽഡിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് പോയിന്റിലായിട്ട് വരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, അടിപൊളി ഇതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ റഷ് കാണുന്നുണ്ടല്ലേ, ഇറക്കുണ്ട്. ഇപ്പോഴും ഇപ്പോൾ 4 മണിയായിട്ടാണ്. 3:30. നമുക്കൊന്ന് 5 o'clock ആകുമ്പോൾ മാളിൽ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. 5 o'clock മാൾ ക്ലോസ് ചെയ്യുന്ന 5 തോന്നുന്നു. ഇവിടെ ഒരു ഇതുണ്ട്, ഇതായിട്ടുള്ളൊരു ആക്സസിൻ്റെ. നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് പോയി കാണിക്കല്ലേ.
ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയത് ആ മാർക്കറ്റാണ്. കാരണം ഇത് സിറ്റിയിൽ കാണുന്നത് നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ഈ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ഷോറൂമും കാര്യങ്ങളും രണ്ടെല്ലാം തന്നെ വരുന്നുണ്ട്. കാട്ടും മാത്രം ഇവിടുത്തെ ക്രൗഡും കാണുമ്പോൾ വന്ന് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് എടുത്തിട്ട് വിടാം. പക്ഷേ പെട്ടെന്ന് കാണിച്ചിട്ട് കാണിച്ചു നല്ല തിരക്കുണ്ട്, കാണുന്നുണ്ടാവും. നമ്മ ആദ്യം ഈ ഭാഗത്തുനിന്ന് പോയാൽ ബാങ്ക് ഉണ്ട്, മെട്രോ ബാങ്ക്. നാട്ടിലെല്ലാം കാണുന്ന റോഡ് സൈഡ് കച്ചവടം. അതുപോലെ ആ ഭാഗത്തായിട്ട് കുറച്ച് ഇത് പിന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന ചക്രങ്ങൾ, കുട്ടികളെ കറങ്ങി കളിക്കുന്നതെല്ലാം ഉണ്ട്, പിള്ളേർക്കുള്ള. ഷോപ്പുണ്ട്. പ്രൈമാർക്ക് അതെ, ഏകദേശം എല്ലാ ഷോപ്പിലും നമ്മൾ ലണ്ടനിലുള്ള എല്ലാ ഷോപ്സും അത് നമുക്ക് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് എന്നല്ല, താഴെയുള്ള മാർക്കറ്റാണ്. നമുക്കൊരു പുതിയൊരു അനുഭവം എനിക്ക് തോന്നി വീട് എത്തിക്കേക്ക്. നമ്മൾ അങ്ങനത്തെ മാർക്കറ്റ് നമ്മൾ പോയില്ലായിരുന്നു. ഇല്ല ഇല്ല, അപ്പം അതായിരുന്നു എന്താ പറയല്, നമുക്ക് ഒരു എടുക്കാൻ തോന്നിയത് അല്ല. പിന്നെ റഷ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കാണോ? അതെ, സത്യമായിട്ടും ഇത്രയും ആൾക്കാരുണ്ട് നമുക്ക് ക്രൗഡ് ഉണ്ടാവും വിചാരിച്ചില്ല. ഇപ്പോൾ കുറച്ച് ക്രൗഡ് പോയിട്ട് അപ്പോൾ ഇതിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി തുറന്നുകൊണ്ട് പോകുന്നത് മാത്രം. ഇപ്പം തന്നെ ഇരുട്ടായി. ഈ ഒരു ഭാഗത്തായിട്ട് ബിൽഡിങ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ നേരെ ഇത് റോഡ് സൈഡിൽ എത്തിയിരിക്കല്ലേ, ഷോപ്പ് മാറിയിട്ട്. സിറ്റി സ്ക്വയർ കഴിഞ്ഞു. റാബീഷ്, തിരിച്ചങ്ങോട്ട് എങ്ങനെ പോവാം? നമ്മ ഈ രണ്ടാളും ഇതുവരെ നമ്മൾ ഒന്നിച്ച് വന്ന രണ്ടാളും ഇതുവരെ കണ്ടില്ല. നമ്മൾ ഈ ജസ്റ്റ് മാർക്കറ്റ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ചങ്ങായിമാർ കണ്ട് അങ്ങനെ നമ്മൾ നേരെ മാളിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഭയങ്കര റഷ് കേട്ടോ, ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ബിസിനസ് അല്ലേ, ക്രിസ്മസിൻ്റെ തിരക്കാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് ആളുണ്ട്. താവശ്യയുടെ ഷോപ്പിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ താവശ്യം വന്നത്. താവശ്യയുടെ ഇങ്ങനെ ഒരു വക സൈഡായിട്ടുണ്ട്. എന്നാൽ പുറത്ത് ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ താവശ്യം എന്താ വെച്ചാൽ അവരെ ഇതുവരെ കണ്ടില്ല. രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. താവശ്യം എന്താ വരുന്നത് ഒടുക്കത്തെ റഷ് അല്ല, ഇവരെന്താ പോയി നമുക്ക് മാളിലേക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല, പുറത്താണ് നമുക്ക് മാക്സിമം കാണിക്കാൻ വെച്ചത്. അപ്പോൾ എല്ലാവരും നല്ല ഷോപ്പിംഗ് തന്നെ, ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളായിട്ട് ഉണ്ട് എൻ്റെ അകത്ത്. ആവശ്യം നല്ല പർച്ചേസ് ആക്കിനല്ല. ആവശ്യം അങ്ങനെ എന്തെല്ലാം പർച്ചേസിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞാ എന്താ കഴിക്കണം വൈ വിശക്കുന്നത്.
അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മൂന്നാളും അടിപൊളിയായി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട് മൂന്നാളും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാണ്. അപ്പോൾ നമ്മൾ വന്ന സംഭവം എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒരു എന്താ പറയുക ഡ്രൈവ് വന്നാണ് ബർമിംഗ്ഹാം. അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. ഷെഫീഖ് അതാണ് ഷെഫീഖ്. രാവിലെ ഒന്നിച്ച് വന്നതാണ്. പിന്നെ ഷെഫീഖിനെ പൊടി കണ്ടില്ല. നല്ല ഷോപ്പിംഗ് ആക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യുക, വീഡിയോ അതിൻ്റെ പേരല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ബർമിംഗ്ഹാം ചെറിയൊരു ഡ്രൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ കാര്യം അത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതുവരെ ബൈ.